മാധ്യമങ്ങളുടെയും എല്ലാവരും ചേർന്നാണ് ഈ കൊടും ക്രിമിനലിനെ പിടിക്കാൻ സഹായിച്ചത് എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പോലീസിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കേരള പോലീസിന്റെ ആ ഒരു പരിശ്രമം ഇന്ന് മുഴുവൻ ഈ വാർത്ത പുറത്തുവിട്ട സമയം മുതൽക്ക് തന്നെ ഞാൻ നേരിട്ട് കണ്ടതാണ്. എത്ര ആത്മാർത്ഥമായിട്ടാണ് കേരള പോലീസ് ഈ പ്രതിയെ പിടികൂടാൻ വേണ്ടി പരിശ്രമം നടത്തിയത് എന്ന് നേരിട്ട് കണ്ടതാണ്. അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് പോലീസ് അതിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രതിയെ മണിക്കൂറുകൾക്കകം തന്നെ പിടികൂടി ഇപ്പോൾ പോലീസ് ട്രെയിനിങ് സെന്ററിൽ കണ്ണൂരിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പ്രതിയെ ഗോവിന്ദച്ചാമി മൽപ്പിടുത്തത്തിലൂടെയാണ് തളാപ്പിലെ ഒരു വീടിനടുത്ത് നിന്ന് പോലീസ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയത് എന്നാണ് പറഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥർ വലിയ ഒരു ഈ ദൗത്യത്തിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം നമുക്ക് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവർക്ക് ശരീരത്തിൽ ചുണ്ടെല്ലാം മുറിഞ്ഞ് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. കാരണം തീർച്ചയായും അവരിപ്പോൾ കിണറ്റിൽ നിന്ന് പിടികൂടുന്ന ദൃശ്യങ്ങളുണ്ട്. കിണറ്റിൽ നിന്ന് പിടികൂടുന്ന ദൃശ്യങ്ങൾ ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കിണറ്റിൽ നിന്ന് പിടികൂടുന്ന ദൃശ്യങ്ങൾ. ഗോവിന്ദച്ചാമി കിണറ്റിൽ ഒളിച്ചിരിക്കുന്നു. കേരള പോലീസ് കൈകൾ കൊണ്ട് നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഗോവിന്ദച്ചാമിയെ വലിച്ച് പുറത്തേക്കെടുക്കുകയാണ്. മൽപ്പിടുത്തം നടന്ന സാഹചര്യം. അപ്പോഴും രക്ഷപ്പെടാൻ കുതറി ഓടാൻ ഗോവിന്ദച്ചാമി ശ്രമിക്കുന്നു. ആ നരാധമൻ ശ്രമിക്കുന്നു. പക്ഷേ കേരള പോലീസിന്റെ കരങ്ങളിൽ അവിടെ പിടിയിലാവുകയാണ് ഗോവിന്ദച്ചാമി. ഇപ്പോഴിതാ ഗോവിന്ദച്ചാമിയെ അതിനുശേഷം ജീപ്പിൽ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് റൂമിലേക്ക് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗോവിന്ദച്ചാമിയെ അതാ കൊണ്ടുവരുന്നു. അതിൻ്റെ നേരത്തെ നമ്മൾ കണ്ട തത്സമയ ദൃശ്യങ്ങളുടെ റിപ്പീറ്റാണ് ഇപ്പോൾ കാണുന്നത്. എന്തായിരുന്നാലും ആ കിണറിൽ നിന്ന് പിടിച്ച് ഇതിന് ശേഷം ജീപ്പിൽ ഗോവിന്ദച്ചാമിയെ കൊണ്ടുവരുന്നു. ആ മുറിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യമാണ്. ഒരു പകുതിയിൽ നാം കാണുന്നത് ഗോവിന്ദച്ചാമിയെ കിണറ്റിൽ നിന്നും പോലീസ് പിടികൂടുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ഉള്ള സ്ഥലത്തേക്ക് ഗോവിന്ദച്ചാമിയെ എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ഇത് രണ്ടുമാണ് നാം സ്ക്രീനിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും സന്തോഷ് എം, വളരെ സാഹസികമായി വളരെ കൃത്യമായി കേരള പോലീസ് ഒരിക്കൽ കൂടി മികവ് തെളിയിച്ചിരിക്കുന്നു. ജയിൽ ചാടി വളരെ ആസൂത്രണത്തോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഗോവിന്ദച്ചാമിയെ വളഞ്ഞിട്ട് പിടിക്കുന്നു. അത് മണിക്കൂറുകൾക്ക് ശേഷം പിടിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഷാർപ്പ്നെസ്. കേരള പോലീസ് ഒരിക്കൽ കൂടി അതിൻ്റെ മികവ് തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് ഗോവിന്ദച്ചാമി ഉള്ളത്? ആ കെട്ടിടം എവിടെയാണ്? ഈ തളാപ്പിലെ എവിടേക്കാണ് ഗോവിന്ദച്ചാമിയെ മാറ്റിയത്? അജിംഷാദ്, ഇപ്പോൾ കണ്ണൂരിലെ പോലീസ് ട്രെയിനിങ് സെന്ററിലാണ് ഗോവിന്ദച്ചാമിയെ എത്തിച്ചിരിക്കുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വളരെ നീണ്ട ആസൂത്രണം നടത്തി വളരെ സാഹസികമായി തന്നെ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിനെ കേരള പോലീസ് മണിക്കൂറുകൾക്കകം അകത്താക്കിയിരിക്കുകയാണ്. കേരള പോലീസിനെ ഈ ഒരു ഉദ്യമത്തിൻ്റെ കാര്യത്തിൽ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. കാരണം മണിക്കൂറുകൾക്കകം തന്നെ പഴുതടച്ച അന്വേഷണത്തിലൂടെ പോലീസ് സംവിധാനത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ വലിയ സഹകരണം ഇതിന് കിട്ടി. ജനങ്ങളുടെ വലിയ സഹകരണത്തെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ എടുത്തു പറഞ്ഞിരുന്നു. 7:23 ഇന്ന് രാവിലെ 7:23 കൈരളി ന്യൂസിലൂടെ ആദ്യം ഈ വാർത്ത ലോകമറിയുന്നത്, കേരളമറിയുന്നത്. ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ ജയിൽ ചാടിയിരിക്കുന്നു, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയിരിക്കുന്നു എന്നുള്ള വാർത്ത കൈരളി ന്യൂസിലൂടെ അറിയുന്നു. ജനങ്ങൾ ആ സമയത്ത് തന്നെ വാർത്തയും അതിൻ്റെ മറ്റു കാര്യങ്ങളും പല ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നു. പോലീസ് വളരെ ഊർജിതമായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുന്നു. എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് പരിശോധന നടത്തുന്നു. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു. ഈ പ്രതിയുടെ CCTV ദൃശ്യവും ആദ്യം കൈരളി ന്യൂസിലൂടെ പുറത്തുവിടുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിയെ പിടിച്ചിരിക്കുന്നു. തളാപ്പിലെ ഒരു കിണറിൽ നിന്നും ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും അതിസാഹസികമായി കേരള പോലീസ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു. മൽപ്പിടുത്തത്തിലൂടെ ഗോവിന്ദച്ചാമിയെ നാട്ടുകാരുടെ സഹായത്തോടുകൂടി പിടികൂടി കണ്ണൂരിലേക്ക് പോലീസ് ട്രെയിനിങ് സെന്ററിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ കാടും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ദുർഘടമായിട്ടുള്ള പാതകളും താണ്ടി വളരെ സാഹസികമായിട്ടുള്ള ഒരു തിരച്ചിലായിരുന്നു ഗോവിന്ദച്ചാമിക്ക് വേണ്ടി നടത്തിയത് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഏതായാലും ഈ ഒരു പോലീസ് ആ ഒരു ഉദ്യമത്തിൽ ഈ കണ്ണൂർ വിട്ടു പോകാതെ തന്നെ അതിനു മുൻപേ തന്നെ ഗോവിന്ദച്ചാമിയെ പിടിയിലാക്കിയിരിക്കുന്നു. കേരളം മുഴുവൻ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ നിമിഷങ്ങളായിരുന്നു അത്. കാരണം കേരളം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയ കൊടും ക്രിമിനലാണ് ഗോവിന്ദച്ചാമി എന്നുള്ള കാര്യം മലയാളികൾക്ക് ഒന്നടങ്കം അറിയുന്നതാണ്. ശാരീരിക പരിമിതികൾ ഉണ്ടെങ്കിൽ കൂടിയും ഈ കണ്ണൂർ ജയിലിൻ്റെ 3 മതിലുകൾ, 2 ചെറിയ മതിലുകളും ഒരു പ്രധാന മതിലും പിൻഭാഗത്തെ ചാടിക്കടന്ന് അവിടെ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ അധികമുള്ള കണ്ണൂർ തളാപ്പിലേക്ക് എത്തിച്ചേർന്ന് അവിടെ ഒളിച്ചിരുന്ന ഒരു വീട്ടിലെ കിണറിൽ ഒളിച്ചിരുന്ന ഗോവിന്ദച്ചാമിയെ വളരെ കൃത്യമായിട്ട് അന്വേഷണത്തിലൂടെ കേരള പോലീസ്
കണ്ടെത്തി ഇപ്പോൾ പോലീസ് കേന്ദ്രത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും ആശങ്കകളുടെ മണിക്കൂറുകൾ തന്നെയാണ് കഴിഞ്ഞു പോയത്. ഇത്തരം ഒരു കൊടും ക്രിമിനൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് തന്നെ വലിയ ദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഗതിയായി മാറും. അതോടൊപ്പം തന്നെ സുരക്ഷയെ സംബന്ധിച്ച്, മനുഷ്യരുടെ സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകൾ വീണ്ടും വീണ്ടും ഉണ്ടാകും. അതിനൊന്നും ഇട നൽകാതെ വിധം വീണ്ടും കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടി അവർ ചാർത്തിയിരിക്കുകയാണ്. മണിക്കൂറുകൾക്കകമാണ് ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിനെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൂടെ കണ്ടെത്തി ഇപ്പോൾ പോലീസ് വലയിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരാറുണ്ട്. ഈ ഗോവിന്ദച്ചാമിക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിൽ ആസൂത്രണം നടന്നിട്ടുണ്ട്. വളരെ ആസൂത്രണമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ജയിൽ ചാട്ടം സാധ്യമാകില്ല. എങ്ങനെയാണ് അവിടെ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ച, ഈ ജയിലിന്റെ അഴികൾ മുറിക്കാൻ സഹായിച്ച ഉപകരണം ലഭിച്ചത്? എങ്ങനെയാണ് ബെഡ്ഷീറ്റ്, അവിടെ നിന്നും താഴേക്കിറങ്ങാനുള്ള ബെഡ്ഷീറ്റ് എങ്ങനെയാണ് ഇയാൾക്ക് ലഭിച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരാറുണ്ട്.